ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എ പത്മകുമാർ ഉൾപ്പെടെയുള്ള 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. മുരാരി ബാബു, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷയിലും വിധി പറയും. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നാളത്തെ ദിവസം പത്മകുമാറിനും ഗോവർദ്ധനും ഒപ്പം മുരാരി ബാബുവിനും എത്രത്തോളം നിർണായകമാണ്? ഈ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അശ്വതി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 3 പ്രതികൾ, അതായത് എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ, ഈ 3 പ്രതികളും നൽകിയ ജാമ്യ ഹർജികളിൽ മേലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറയാനായിട്ട് ഒരുങ്ങുന്നത്. നാളെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുക. കഴിഞ്ഞ ആഴ്ച തന്നെ വിശദമായിട്ട് തന്നെ ഈ 3 ജാമ്യാപേക്ഷകളിലും വാദം കേട്ടിരുന്നു. വാദം കേട്ട വേളയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് SIT സംഘത്തിന് നേരെ ഉണ്ടായത്. ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്, ഇതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്ക് തൊട്ട് പിന്നാലെ ആശുപത്രിയിലെത്തി ശങ്കരദാസിന്റെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ SIT സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഈ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട വേളയിലൊക്കെ തന്നെ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഏറെ നിർണായകമാണ്. ഈ ഉത്തരവിന്മേൽ, അതായത് ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിലും അല്ലെങ്കിലും ആ ഉത്തരവിന്മേൽ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതേറെ പ്രസക്തമായിരിക്കും. പ്രധാനമായിട്ടും നേരത്തെ ഈ കീഴ്ക്കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ്, പലതവണ തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് എ പത്മകുമാറും മുരാരി ബാബുവും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ജാമ്യ നീക്കത്തിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഗോവർദ്ധൻ പക്ഷേ ആദ്യമായിട്ടാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത്. എ പത്മകുമാറിനെതിരെ പേരെടുത്ത് ഹൈക്കോടതി ചില വിമർശനങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പത്മകുമാറിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. മാത്രമല്ല, കുറ്റം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിനിറ്റ്സിലടക്കം പത്മകുമാർ തിരുത്തൽ വരുത്തിയതെന്നുള്ള പരാമർശവും ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഗോവർദ്ധൻ പക്ഷേ പറയുന്നത് 2019 ഈ സ്വർണത്തിന് തുല്യമായിട്ടുള്ള തത്തുല്യ തുക DD ആയിട്ട് താൻ നൽകിയിട്ടുണ്ട്. ഏകദേശം 1.4 കോടി രൂപയാണ് ശബരിമലയിൽ താൻ ചെലവഴിച്ചിട്ടുള്ളത്. ഈ കവർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നും തന്നെ തനിക്കില്ല. ഈ വാദങ്ങളൊക്കെ നിലനിൽക്കുമോ എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്നാലും നാളെ നിർണായകമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എ പത്മകുമാർ ഉൾപ്പെടെയുള്ള മുരാരി ബാബു, ഒപ്പം ഈ ഗോവർദ്ധനൻ തുടങ്ങിയ പ്രതികളുടെ എല്ലാം ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയുകയാണ്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.